വെൽക്കം ബാക്ക്. പോലീസിൽ ഇതിന്റെ അവസാന ഭാഗത്തിലേക്ക് ആ സിനിമ പുറത്തിറങ്ങും. വെഞ്ഞാറമൂട് കൂട്ടക്കൊല പ്രമേയമാക്കിയെന്ന് ആരോപിച്ച് പ്രതി അഫാന്റെ കുടുംബം നൽകിയ ഹർജിയിൽ ചിത്രത്തിന്റെ റിലീസ് തടയാതെ ഹൈക്കോടതി. കാലം പറഞ്ഞ കഥ എന്ന സിനിമയുടെ റിലീസ് തടയണമെന്ന് ആവശ്യപ്പെട്ടാണ് അഫാന്റെ പിതാവ് കോടതിയെ സമീപിച്ചത്. സിനിമയെ കലയായി കണ്ടാൽ പോരെയെന്നും വെഞ്ഞാറമൂട് കൂട്ടക്കൊല ആസ്പദമാക്കിയ സിനിമ എന്ന ആരോപണത്തിന് എന്താണ് തെളിവെന്നും കോടതി ചോദിച്ചു. വിഷ്ണു സുരേഷ് കൊച്ചിൻ ചെയ്യുന്നു. വിഷ്ണു, അപ്പോൾ ആ റിലീസിന് തടസ്സമില്ല, എന്തൊക്കെയാണ് കോടതിയുടെ നിർണായകമായ വിലയിരുത്തലുകൾ? അഫാന്റെ പിതാവാണ് ഇത്തരത്തിൽ ഹർജി ഹൈക്കോടതിയിൽ നൽകിയത്. കാലം പറഞ്ഞ കഥ എന്ന സിനിമയുടെ റിലീസ് തടയണമെന്ന ആവശ്യം, അതോടൊപ്പം പ്രധാനപ്പെട്ട പ്രയറുകളെ മുന്നോട്ട് വെച്ചത്. ഇതിന്റെ വിചാരണ നടപടികൾ ഇനിയും പൂർത്തിയായിട്ടില്ല. ആ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു സിനിമ ഇറങ്ങിയാൽ അത് തെറ്റായ ധാരണയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനും മാധ്യമ വിചാരണയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തങ്ങളുടെ കുടുംബത്തെ അത് കാര്യമായി ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഹർജിയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് ഹർജി ഹൈക്കോടതി പരിഗണിച്ചു. പക്ഷേ നിലവിൽ സിനിമയുടെ റിലീസ് തടയുന്ന നടപടിയിലേക്ക് ഹൈക്കോടതി പോയിട്ടില്ല. സിനിമയെ കലയായി കണ്ടാൽ മതി എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഒപ്പം ഈ കേസിന്റെ അന്വേഷണത്തെയും വിചാരണത്തെയും ഇത് ബാധിക്കില്ല എന്നുള്ളതാണ് കോടതി എടുത്തിരിക്കുന്ന നിലപാട്. സുഹൈല, കുറ്റവർ നഷ്ടപ്പെട്ട പിതാവിന്റെ വേദനയും സ്വന്തം മകൻ പ്രതിയായ ആ വേദനയും ആ ഇമോഷനും കൂടി ആ സിനിമയിൽ ആ രീതിയിൽ തന്നെ ഉണ്ടാകട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം, പ്രത്യാശിക്കാം. എന്തായാലും ആ സിനിമ റിലീസ് ചെയ്യും, ആ തടസ്സ ഹർജി നിലനിൽക്കില്ല എന്നുള്ളതാണ് കോടതിയുടെ ഏറ്റവും നിർണായകമായ ഉത്തരവ്. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.